ഇത്രയും ചോദ്യങ്ങൾക്ക് ഒരു ആയാസവും ഇല്ലാതെ ഉത്തരം പറഞ്ഞു. അവസാനം വളരെ ലളിതമായ ഒരു ചോദ്യത്തിലേക്ക് വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അല്ലേ? എല്ലാ പുസ്തകവും ഒരു തവണ വായിച്ചു, പിന്നെ അല്ലാതെ എല്ലാ പുസ്തകവും ഒരു തവണ മനസ്സിരുത്തി വായിച്ചു. അല്ല, ഞാൻ പൊതുവെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം വളരെ തയ്യാറായി, വളരെ ജാഗ്രതയോടെ ബൈബിൾ വായിച്ച് മുൻപിലേക്ക് വരികയാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരും നിങ്ങളുടെ ബൈബിൾ വായന കുറച്ചുകൂടെ ശ്രദ്ധയോടെ ആയി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യേശു പറഞ്ഞത് പ്രാർത്ഥനയുണ്ട്, പക്ഷെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയുമുണ്ട്, ശ്രദ്ധയോടെയുള്ള വായനയുമുണ്ട്, പുറമേയുള്ള വായനയുമുണ്ട്. ഇനി ബൈബിൾ വായിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടെ, ഓരോ വാക്കുകൾക്കും ബൈബിളിൽ കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ എപ്പിസോഡിലെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താവോ? പേരും കടന്നു വരുന്ന സ്ഥലങ്ങളും ഒക്കെ. എൻ്റെ പേര് ബിജി സാൻജോസ്. ബിജി സാൻജോസ്. വരുന്നത് കൊല്ലത്തുനിന്ന്. കൊല്ലം എവിടെ? കൊല്ലം മൈനാട്, കൊട്ടിയത്തിനടുത്ത് മൈനാട്, പുല്ലിച്ചിറ. മൈനാട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങള് വിവാഹമൊക്കെ കഴിഞ്ഞോ? ഇല്ല. മൂത്ത മോള് +1, ഇളയ മോള് 10th പഠിക്കുന്നു. 10th പഠിക്കുന്നു. ഓക്കെ. അവരിന്ന് സ്കൂളിൽ പോയേക്കാണ്. സ്കൂളിൽ ഇപ്പൊ അവർക്ക് സ്റ്റഡി ലീവ് ആണ്. എക്സാമിന്റെ സ്റ്റഡി ലീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിലും കൂടെ പങ്കെടുത്തേക്കാം എന്ന് വിചാരിച്ചതാണോ? അല്ല, ഞാൻ പൊതുവെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാ. ബൈബിൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല? ഇല്ല. വന്നതേ കഠിനമായ ചോദ്യത്തിലേക്കാണല്ലോ. 1-2 മത്സരങ്ങൾ പങ്കെടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഇതാകുമായിരുന്നു. ഇല്ല, പങ്കെടുത്തില്ല. ഇപ്പൊ എടുത്ത് ചാടിയത് തീക്കാത്ത എന്ന് പറഞ്ഞ പോലെ തീയിലേക്ക് വന്നു എന്ന് പറഞ്ഞ പോലെ. നേരത്തെ ആയിരുന്നെങ്കിൽ അല്പം നമ്മൾ കുറച്ച് ശാന്തത ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അധികം ഗൗരവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കടന്നു പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്തരം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പൊ കൂടി നിൽക്കുന്ന ചർച്ച് ഏദൻ ഗാർഡൻസ് ഇൻഡിപെൻഡന്റ് ചർച്ച് എന്ന ഏജിയുമായിട്ട് ഒരു ഇതുള്ള ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്. സന്തോഷമായിട്ട് പോകുന്നല്ലോ. സന്തോഷമായിട്ട് പോകും. ഓക്കെ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. മത്സരത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മത്സരത്തിന്റെ ആ നിബന്ധനകളും കാര്യങ്ങളും ഒന്ന് പറയുകയാണ്, ശ്രദ്ധിക്കാം. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിലെത്തുന്നു. അടുത്ത 4 ചോദ്യങ്ങൾ മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? പുതിയ നിയമമോ പഴയ നിയമമോ? 2ാമത്തെ റൗണ്ടിൽ തിരഞ്ഞെടുക്കുന്ന പഴയ നിയമമാണെങ്കിൽ 3ാമത്തെ റൗണ്ടിൽ പുതിയ നിയമമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെ 3000 രൂപയുടെ സേഫ് സോൺ 2ാമത്തെ റൗണ്ടിൽ. 3ാമത്തെ റൗണ്ടിൽ 7000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ
10,000-ലെത്തുന്ന ബമ്പർ ചോദ്യം. അങ്ങനെ മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. 15 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയാൽ നല്ലൊരു സമ്മാനത്തുക ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. സംശയമൊന്നുമില്ല. ഓക്കെ, മത്സരത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം. പൗലോസ് തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ യാത്ര പറഞ്ഞു പുറപ്പെട്ടത് എവിടേക്കാണ്? ഓപ്ഷൻ എ മക്കദോനിയ, ഓപ്ഷൻ ബി ത്രോവാസ്, ഓപ്ഷൻ സി ഫിലിപ്പിയ, ഓപ്ഷൻ ഡി കൊരിന്ത്. തീത്തോസിനെ കാണാഞ്ഞിട്ട് സ്വസ്ഥതയില്ല, അപ്പൊ പെട്ടെന്ന് പുറപ്പെട്ടു. ഓപ്ഷൻ എ മക്കദോനിയ. ഓപ്ഷൻ എ മക്കദോനിയ ഉറപ്പിക്കാം. ഓപ്ഷൻ എ മക്കദോനിയ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. അപ്പൊ വായിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഇല്ല, വായിച്ചു. ഒരു ധാരണയുണ്ട്. ഓക്കെ, മക്കദോനിയ ഉത്തരം ശരിയാണോ? മക്കദോനിയ എന്ന ഉത്തരം ശരിയാണ്. അങ്ങനെ ഒന്നാമത്തെ കടമ്പ നമ്മൾ കടന്നു. ഇതുപോലൊരു 15 കടമ്പ കടന്നാൽ മതി, കടന്നു പോകാം, മുമ്പിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നത് ആര്? ഓപ്ഷൻ എ ജാതികൾ, ഓപ്ഷൻ ബി പാപികൾ, ഓപ്ഷൻ സി കപടഭക്തിക്കാർ, ഓപ്ഷൻ ഡി മത്സരികൾ. ആരാണ് മനുഷ്യർക്ക് വിളങ്ങേണ്ടത്? ഓപ്ഷൻ സി കപടഭക്തി. ഓപ്ഷൻ സി കപടഭക്തിക്കാർ. ഉത്തരം ഉറപ്പിക്കുകയാണ്. കപടഭക്തിക്കാരാണെങ്കിൽ ഉപവസിക്കുമ്പോൾ ചെറിയ ക്ഷീണമൊക്കെ കാണിക്കും. ആത്മീയനാണെങ്കിൽ ഉപവസിക്കുമ്പോൾ ഒരു ഉത്സാഹം കാണിക്കും. ബാക്കിയുള്ളവർ ഞാൻ ഉപവാസമാണ് എന്നൊന്ന് കാണിക്കാനൊന്ന് പരിശ്രമിക്കുമായിരിക്കും അല്ലേ? അല്ലെ നമ്മളാരും ചോദിക്കത്തില്ലല്ലോ ഉപവാസമാണോ എന്ന് ചോദിക്കത്തുള്ളൂ. ക്ഷീണമാണെങ്കിൽ നമ്മൾ ചോദിക്കും ഉപവാസമായിരുന്നോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. കപടഭക്തിക്കാരെ അല്പം ക്ഷീണം അഭിനയിക്കുകയും കൂടെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി കപടഭക്തി എന്ന ഉത്തരം ശരിയാണോ? അതെ, കപടഭക്തിക്കാരാണ് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുന്നത്. ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി എന്ന് അബ്രഹാമിനോട് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ഹാഗാർ, ഓപ്ഷൻ ബി സാറായി, ഓപ്ഷൻ സി ലോത്ത്, ഓപ്ഷൻ ഡി സോദോം രാജാവ്. ആരാണ് അബ്രഹാമിനോട് പറഞ്ഞത് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദിയാണ്? ഓപ്ഷൻ ബി സാറായി. ഓപ്ഷൻ ബി സാറ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഒരു ചോദ്യത്തിൽ സംശയമൊന്നും വരുന്നില്ലല്ലേ? നല്ലപോലെ വായിച്ചു. ലഭിച്ച പുസ്തകങ്ങൾ നല്ല കൃത്യമായിട്ട് വായിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി സാറായി എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. യഹോവയ്ക്ക് യാഗമർപ്പിക്കാൻ എൽക്കാനയും കുടുംബവും പോകുന്നത് എവിടേക്ക്? ഓപ്ഷൻ എ രാമയിൽ, ഓപ്ഷൻ ബി ഷീലോവിൽ, ഓപ്ഷൻ സി മിസ്ബായിൽ, ഓപ്ഷൻ ഡി ഗിൽഗാലിൽ. എവിടേക്കാണ് യാഗമർപ്പിക്കാൻ അവർ പോയിക്കൊണ്ടിരുന്നത്? ഓപ്ഷൻ ബി ഷീലോവിൽ. ഓപ്ഷൻ ബി ഷീലോവിൽ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ഷീലോവിൽ. ആണ്ടുതോറും യാഗം കഴിക്കാൻ പോകുമ്പോൾ ഹന്ന നേർന്ന നേർച്ചയുടെ പ്രതിഫലമാണ് ശമൂവേൽ. അത് ഷീലോവിൽ ആണോ എന്നുള്ളതാണ്. യഹോവയുടെ പെട്ടകം അവര് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് യാഗവും ആരാധനയും ഒക്കെ ഷീലോവിലായിരുന്നു കനാനിലേക്ക് വരുമ്പോൾ. ഓപ്ഷൻ ബി ഷീലോവിൽ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 4 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പം എപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത് തിരക്കിനിടയ്ക്ക്? സമയമൊക്കെ ചിലപ്പോ രാത്രി വായിക്കും. രാത്രി വായിക്കും, പകലും വായിക്കാറുണ്ട്. പകല വായിക്കും. എനിക്ക് തോന്നുന്നു ഒരു മത്സരാർത്ഥിയെ ഒരു സംശയം ഇല്ലാതെ കൃത്യമായിട്ട് ഉത്തരം പറയാറുള്ളൂ. ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും പറയുന്നു. ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണോ അതോ റൈറ്റിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. എന്നാൽ ഇതൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. അല്ല, പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഇത് ബേദേന്റെ ബൈബിൾ ക്വിസ് ഉണ്ടായിരുന്നല്ലോ കൊറോണ സമയത്ത് വാട്സാപ്പില്. ആ സമയത്ത് പങ്കെടുത്തായിരുന്നു. വാട്സാപ്പിലുള്ള ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു കോവിഡ് സമയത്ത്. അത് മാത്രമേ ഉള്ളൂ. അത് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആണ്? അല്ല, അത് ഓരോ ഫസ്റ്റ് അല്ലാതെ ഓരോരുത്തർക്ക്
ഒരു സമയത്താണ് അത് ഈ പൈസ കിട്ടും. ക്യാഷ് പ്രൈസ് ആണ് അതെ. കിട്ടുന്നത്. അപ്പൊ അത് ഒന്നാം സമ്മാനമാണോ കിട്ടിയത്? അത് ഓരോ രീതിയിലും ഒരു ഒന്നാം സമ്മാനമായിട്ടല്ലല്ലോ, ഒരു ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനകത്ത് ആൻസർ എഴുതുന്നവര് ഒന്നാം സമ്മാനമായിട്ട് തന്നെ. അങ്ങനെ അല്ല, മൊത്തത്തിൽ ഞാനിപ്പോ കോവിഡ് സമയത്തൊക്കെ കോൺടെസ്റ്റ് നടത്തുന്നത് 1-2 മാസത്തേക്കൊക്കെ ഉള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കോൺടെസ്റ്റ് ആണ്. അതെ അപ്പൊ അതിനകത്ത് അപ്പൊ ഒരു മാസം മുഴുവൻ ഉത്തരവായിച്ചതിൽ നിന്ന് അതെ ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെ. അതിൽ ഒന്നാമത് വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നാമത്. ഒന്നാമത് വന്നു. അപ്പം ബൈബിൾ ക്വിസ് കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം: തന്റെ ജനമായ ഇസ്രയേലിന് എന്തു ഭവിച്ചു എന്നാണ് യഹോവ ആമോസിനോട് പറഞ്ഞത്? ഓപ്ഷൻ എ പരു, ഓപ്ഷൻ ബി പഴുപ്പ്, ഓപ്ഷൻ സി വ്രണം, ഓപ്ഷൻ ഡി വ്യാധി. തന്റെ ജനമായ ഇസ്രയേലിന് എന്തു ഭവിച്ചു? ഓപ്ഷൻ ബി പഴുപ്പ്. ഓപ്ഷൻ ബി പഴുപ്പ്. ഓപ്ഷൻ ബി അവർക്ക് പഴുപ്പ് സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി പഴുപ്പ് എന്നുള്ള ഉത്തരമാണോ ശരി? ആ ഉത്തരമാണ് ശരി. 5 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ഈ ആദ്യത്തെ റൗണ്ടിലെ സേഫ് സോണിലേക്ക് കടക്കുന്ന ഒടുവിലത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് ആ ഒടുവിലത്തെ ചോദ്യം. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ആര്? ഓപ്ഷൻ എ അബ്രഹാം, ഓപ്ഷൻ ബി ലോത്ത്, ഓപ്ഷൻ സി ശൗൽ, ഓപ്ഷൻ ഡി ഇസഹാക്ക്. ആരാണ്? വർദ്ധിച്ച് മഹാധനവാനായി തീർന്നത്? ആരായിരിക്കാം? അധ്വാനിക്കുന്നവരായിരിക്കും വർദ്ധിച്ച് ധനവാനായി തീർന്നത്. നോക്കാം, ഇതിൽ അധ്വാനിച്ചത് ആരാണ്? ഒരുപാട് അധ്വാനിച്ച ഒരാൾ ഇതിലുണ്ട്. കൃഷിയൊക്കെ ചെയ്ത ആളുകളായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ഇസഹാക്ക്. ഉറപ്പിക്കാം. ഇത്രയും ചോദ്യങ്ങൾക്ക് ഒരു ആയാസവും ഇല്ലാതെ ഉത്തരം പറഞ്ഞു. അവസാനം വളരെ ലളിതമായ ഒരു ചോദ്യത്തിലേക്ക് വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഇല്ലേ? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അബ്രഹാം ആണെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ഇസഹാക്ക് എന്ന ഉത്തരം ശരിയാണോ? ഇസഹാക്കാണ് ശരി. വർദ്ധിച്ച് മഹാധനവാനായി. അപ്പൊ ആദ്യത്തെ റൗണ്ട് നമ്മൾ കടന്നിരിക്കുന്നു. ഒരു സമ്മാനത്തുക കിട്ടിയിരിക്കുന്നു. അപ്പൊ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചെങ്കിലും ഒന്നുകൂടെ മറന്നു എന്റെ മനസ്സിൽ. വരുന്നത് എവിടെ നിന്നാണ് മത്സരത്തിലേക്ക് വന്നത്? കൊല്ലത്ത് പുല്ലിച്ചിറ. ശരി, കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പൊ അധിക ദൂരം യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ആ യാത്രാ ദൂരത്തിനുള്ള വണ്ടിക്കൂലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇല്ലേ? വണ്ടിക്കൂലി എല്ലാം നോക്കിയത് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കണം, അല്ലേ? എന്നാലും ഞങ്ങൾക്ക് ഒരു സമാധാനമാണ്. വരുന്ന ആളുകൾ ഒരു സമ്മാന തുക അവർക്ക് ലഭിക്കുമ്പോൾ പങ്കെടുത്തു വെറുതെ മടങ്ങിപ്പോകുന്ന സമ്മാനമായിട്ട് മടങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കർത്താവ് സഹായിക്കട്ടെ. മുമ്പിലേക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയട്ടെ. അപ്പം 2 ഓപ്ഷൻ നമ്മുടെ മുന്നിൽ: പഴയ നിയമമോ പുതിയ നിയമമോ? പഴയ നിയമം. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പഴയ നിയമം തിരഞ്ഞെടുക്കുമ്പോൾ അടുത്ത റൗണ്ടിൽ പുതിയ നിയമമായിരിക്കും. അപ്പൊ പോകാം. 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ശൗലിന്റെ കുടുംബാംഗം അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ മീഖൾ, ഓപ്ഷൻ ബി മേരബ്, ഓപ്ഷൻ സി ദോവേഗ്, ഓപ്ഷൻ ഡി കീഷ്. ഇതിൽ ആരാണ് ശൗലിന്റെ കുടുംബാംഗം അല്ലാത്തത്? ഓപ്ഷൻ സി ദോവേഗ്. ഓപ്ഷൻ സി ദോവേഗ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ദോവേഗ് എന്ന ഉത്തരമാണോ ശരി? യെസ്, ആ ഉത്തരമാണ് ശരിയായിരിക്കുന്നത്. അപ്പോ 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായി. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വേഗത്തിൽ പോകുന്നു. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം: യാക്കോബ് ഹാരാനിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ബേർഷേബയിൽ നിന്ന്, ഓപ്ഷൻ ബി ലൂസിൽ നിന്ന്, ഓപ്ഷൻ സി പെനിയേലിൽ നിന്ന്, ഓപ്ഷൻ ഡി സുക്കോത്തിൽ നിന്ന്. അങ്ങനെ വചനം പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. ഹാരാനിലേക്ക് പോയതിനിടയിൽ ഈ വഴികളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകാം. പക്ഷേ വചനം കൃത്യമായി പറയുന്നു, ഇവിടെ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. എവിടെ നിന്നാണ് അവൻ സ്റ്റാർട്ട് ചെയ്തത്? ആലോചിക്കാം.
ടൈമറിനെയും ഭയക്കണ്ട, ചിന്തിക്കാം. പോയ വഴിയിൽ എത്തിച്ചെന്ന ഇടങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലം. ബേർഷേബ. ഓപ്ഷൻ എ ഉറപ്പിക്കാം. സംശയമുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാം, രണ്ടും കൽപ്പിച്ച്. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ബേർഷേബ. ഉത്തരം ഉറപ്പിക്കുന്നു. ഇനി സംശയം, ഒരു ചോദ്യത്തിൽ വല്ലാതെ സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് മത്സരം അവിടെ അവസാനിപ്പിച്ച് നമുക്ക് ഏത് സമ്മാനത്തുകയിലാണോ മുമ്പിലത്തെ ചോദ്യം നിന്നിരുന്നത് ആ സമ്മാനത്തുക നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വളരെ ചിന്തിച്ച് ഉത്തരം പറയുക. ഇനി വല്ലാത്ത ആശയക്കുഴപ്പമാണെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, ഇത് നമുക്ക് പരിശോധിക്കാം. യാക്കോബ് എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബേർഷേബയിൽ നിന്നാണോ? യെസ്, ബേർഷേബയാണ് ഉത്തരം കൃത്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉത്തരം നൽകുക. രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. സൃഷ്ടിയുടെ ക്രമത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? സൃഷ്ടിയുടെ ക്രമത്തിൽ ശരിയല്ല. ഓപ്ഷൻ എ, 2-ാം ദിവസം വിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ബി, 5-ാം ദിവസം ആകാശ വിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് കൽപ്പിച്ചു. സി, 3-ാം ദിവസം ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഡി, 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇതിലൊന്നും ശരിയല്ല. അതേതാണ്? സമയമെടുത്ത് ആലോചിക്കാം. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, 3-ാം ദിവസം ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഓക്കെ, ഓപ്ഷൻ സി ഉത്തരം ഉറപ്പിക്കുകയാണ്. അപ്പോൾ എത്രാം ദിവസമാണ് വെളിച്ചം ഉണ്ടാകാൻ ദൈവം കൽപ്പിച്ചത്? മീൻസ് അതല്ല, വെളിച്ചങ്ങൾ ഉണ്ടാക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും. അഞ്ചാം തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് 3-6 ദിവസത്തെ സൃഷ്ടി. എന്താണോ ദൈവം സൃഷ്ടിച്ചത്? ഇപ്പൊ വെളിച്ചം ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയെങ്കിൽ 4-ാമത്തെ ദിവസം സൂര്യനും ചന്ദ്രനും, ആകാശം ഉണ്ടാക്കിയെങ്കിൽ അതിന് ആനുപാതികമായ അടുത്ത ദിവസം 5-ാമത്തെ ദിവസം പർവ്വജാതികൾ, കരയുണ്ടാക്കിയതിന്റെ ഒടുവിലത്തെ ദിവസം മനുഷ്യനെയും. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അവസാനിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, എങ്കിലും ഇതാണ് ശരി എന്ന പൂർണ്ണ ബോധ്യത്തോടെ മുമ്പിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ മുമ്പിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ സി എന്ന ഉത്തരവാണോ ശരി? ആ ഉത്തരം തന്നെയാണ് ശരി. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഒരു അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക. ചോദ്യങ്ങൾ വളരെ ട്രിക്കിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ മാസ്റ്റർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ശരിയാകുമ്പോൾ ക്വസ്റ്റ്യൻ മാസ്റ്റർക്ക് ചിലപ്പോൾ നിരാശ വരും. ചില ചോദ്യങ്ങളിലൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു സന്തോഷം ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർക്ക് വരുന്നത്. നിസ്സാരമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ എത്ര മണിക്കൂർ തത്വാരം അല്ലേ? നിങ്ങൾ തോന്നാറില്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇസ്രായേൽ ഗ്രഹത്തോട് യഹോവ അരുളി ചെയ്തിട്ടില്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ബഥേലിനെ അന്വേഷിക്കരുത്. ഓപ്ഷൻ ബി, ബേർഷേബയിലേക്ക് കടക്കരുത്. ഓപ്ഷൻ സി, കർമ്മേലിനെ ഓർക്കരുത്. ഓപ്ഷൻ ഡി, ഗിൽഗാലിലേക്ക് ചെല്ലരുത്. ഇവയിൽ ഇസ്രായേൽ ഗ്രഹത്തോട് യഹോവ അരുളി ചെയ്തിട്ടില്ലാത്തത് ഏതാണ്? അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി, കർമ്മേലിനെ ഓർക്കരുത്. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി, കർമ്മേലിനെ ഓർക്കരുത്. ഉറപ്പോടെ പറയുന്നതുകൊണ്ടാണ് ഞാൻ തടയാത്തത്. തൊട്ട് തെറ്റിപ്പോയാൽ കഴിഞ്ഞ റൗണ്ടിലെ സമ്മാന തുകയിലേക്ക് മടങ്ങി പോവുകയാണ്. ഓക്കെ, അപ്പം അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കണം. ഓക്കെ, ഓപ്ഷൻ സി, കർമ്മേലിനെ ഓർക്കരുത്. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. നമ്മളിനി അടുത്ത മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേകത, ആ ചോദ്യം ഇനി പുതിയ നിയമത്തിൽ നിന്നാണ്. മറ്റൊരു പ്രത്യേകത, ഓപ്ഷൻ ഇല്ല
എന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മത്സരം അവസാനിക്കുന്നതാണ്. അപ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറയുക. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് മത്സരം അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് വേണ്ട ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്നാണെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണ്. ആൻസർ പറയാതെ ക്വിറ്റ് ചെയ്യണം. ആൻസർ പറഞ്ഞാൽ നമുക്ക് ഏതാണ് സമ്മാനത്തുക, ഇപ്പൊ ഫൈനൽ റൗണ്ടിൽ ഏതാണോ ഫിനിഷ് ചെയ്ത് ആ സമ്മാനത്തുകയായിരിക്കും. തെറ്റിപ്പോയാൽ ആ റൗണ്ടിലെ സമ്മാനത്തുകകൾ നഷ്ടപ്പെടുമെന്നുള്ളൂ. പരിശ്രമിക്കാം. ഓക്കെ, നമുക്ക് പോകാം. മൂന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചത് ആര്? യഹൂദ. ഓക്കെ, സംശയമില്ലാത്ത ഉത്തരവാണ്. ഓക്കെ, യഹൂദ. ആ ഉത്തരം ശരിയാണോ? യഹൂദ ഉത്തരം ശരിയാണ്. മത്തായി സുവിശേഷം 1-ന്റെ 2-ാം വാക്യമാണ്. അടുത്ത ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കുക. ഈ സമ്മാനത്തുക നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. ദേവാലയത്തിന് യോഗ്യതയില്ലാത്തത് എന്തിനോട്? വിഗ്രഹങ്ങളോട്. ഉറപ്പാണ്? ഉറപ്പാണല്ലോ, വരുന്നില്ല. ഓക്കെ, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് യോഗ്യതയില്ല. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 12 ചോദ്യത്തിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്, ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടുവന്നത് ആരാണ്? യോഹന്നാൻ സ്നാപകൻ. ഉറപ്പാണ്? സംശയമൊന്നുമില്ല. ഓക്കെ, നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടുവന്നത് യോഹന്നാൻ സ്നാപകൻ. ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അവസാനത്തെ ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം നൽകുക. തെറ്റിപ്പോയാൽ ഇത്രയും നേടിയത് മുഴുവൻ നഷ്ടമാവും. നമ്മൾ കഴിഞ്ഞ റൗണ്ടിലെ പറയാതിരുന്നാൽ ഓക്കെ, പറയാതിരുന്നാൽ നമ്മുടെ ഈ സമ്മാനത്തുകയിൽ നമുക്ക് മടങ്ങി പോകാവുന്നതാണ്. ഓക്കെ, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. താൻ വാക് സാമർഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനം ഇല്ലാത്തവനല്ല എന്ന് പൗലോസ് പറയുന്നത് എത്ര അധ്യായത്തിലാണ്? ഏത് അധ്യായത്തിലാണ് എന്ന് ഓർക്കുന്നു? കൊരിന്ത് ലേഖനത്തിലെ ആ അധ്യായം ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഓർമ്മിച്ചെടുക്കാം. കൺഫ്യൂഷൻ ഉണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മികച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുമുണ്ട്. ഇപ്പോ മത്സരം, ആ ഉത്തരം അല്പം കഠിനമായതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്കിലും ഒന്ന് ഓർത്ത് പരിശ്രമിക്കുകയാണെങ്കിൽ 2 കൊരിന്ത് ലേഖനത്തിൽ ഏത് അധ്യായത്തിലായിരിക്കും അത്? ഏത് ഭാഗത്ത് പറഞ്ഞിരിക്കാം? അധ്യായങ്ങളുടെ കണ്ടന്റ് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു പരിശ്രമം. കറക്കി കുത്തുന്നു. 9-ാം അധ്യായം. ഓക്കെ, 2 കൊരിന്ത് ലേഖനം 9-ാം അധ്യായത്തിലാണ് ഇത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒരു ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 9-ാം അധ്യായത്തിലാണ്. ആ ഉത്തരം ശരിയാണോ? 11-ാം അധ്യായത്തിലാണ്. തന്റെ കഷ്ടതകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മികച്ച രീതിയിൽ മത്സരിച്ചു. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ലായിരുന്നു. ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ട് തോന്നിയോ? വായിച്ചതുകൊണ്ട് കുഴപ്പമില്ല. നല്ലവണ്ണം വായിച്ചു. അപ്പൊ ഈ 1.5 മാസത്തിനകം സമയത്തിനിടയ്ക്ക് എത്ര തവണ വായിച്ചു കാണും? എല്ലാ പുസ്തകവും ഒരു തവണ വായിച്ചു. പിന്നെ അല്ലാതെ എല്ലാ പുസ്തകവും ഒരു തവണ മനസ്സിരുത്തി വായിച്ചു. അത് കഴിഞ്ഞ് ബൈബിൾ ക്വിസ് പുസ്തകങ്ങൾ വായിച്ചു. അല്ലാതെ റെഫർ ചെയ്ത. അത് കഴിഞ്ഞ് ബൈബിൾ ക്വിസ് പുസ്തകങ്ങൾ
റെഫർ ചെയ്തു. എന്നാൽ ഈ ആമോസിന്റെ പുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, അല്ലെ? ഈ ജനത്തിന് പഴുപ്പ് വന്നു എന്ന് പറഞ്ഞ ഭാഗമൊക്കെ വായിച്ചപ്പോൾ മനസ്സിൽ തങ്ങിയിരിക്കുന്ന വാക്കുകളായതുകൊണ്ട്, അല്ലെ? അതെ. അതിൽ കൂടുതൽ എന്തെങ്കിലും പരിശ്രമം നടത്തി വായിക്കുകയും ബൈബിൾ ക്വിസ് പുസ്തകങ്ങളല്ലാതെ എഴുതുവെല്ലാം ചെയ്തു? സാധാരണക്കാരിങ്ങനെ എഴുതാറുണ്ട്, എഴുതി ഇല്ലില്ല ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇല്ല എഴുതിയില്ല. അങ്ങനൊന്നും ചെയ്തില്ല, വായിക്കുകയും പിന്നെ ബൈബിൾ ക്വിസ് പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത്രയും വരെ എത്തി. അപ്പം തുടർന്ന് വരുന്ന മത്സരാർത്ഥികൾക്കും മനസ്സിരുത്തി ബൈബിൾ വായിക്കാം, ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കാം. എനിക്ക് ഓർമ്മയില്ലാത്തൊരു സംഭവം ഈ അധ്യായങ്ങള് അധ്യായങ്ങളിലാണ് വരുമ്പോള് എന്നുള്ളത് ഓർമ്മയില്ലാത്തൊരു കാര്യമാണ്. അതും ഒരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ അധ്യായങ്ങളുടെ കണ്ടന്റും കൂടെ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതായാലും മികച്ച മത്സരാർത്ഥിയാണ്, നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബൈബിൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും ബൈബിൾ ബ്രെയിൻസ് ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും മത്സരങ്ങൾ പങ്കെടുക്കാൻ സാധിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു മത്സരാർത്ഥിയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.